ആണ് മേടിച്ചു തന്നെ. അതുകൊണ്ട് എനിക്ക് ഇതാണ്ട AC ഇതാ നിന്ന് കാണിച്ചൊക്കെ ക്യാമറാമാനോനെ. സോ നല്ല AC ആണ് മേടിച്ചു തന്നെ. അതുകൊണ്ട് എനിക്ക് വളരെ സൗഖ്യത്തോടെയും സമാധാനത്തോടെയും ഞാനിവിടെ കിടക്കുന്നു. സായി കൃഷ്ണ, നിങ്ങൾക്കറിയാം, സീക്രട്ട് ഏജൻറ്റ്, നമ്മുടെ ബിഗ് ബോസിലെ സീക്രട്ട് ഏജൻറ്റ്. അദ്ദേഹവും വൈഫും സിജോയും വൈഫും കൂടെ വന്നിരുന്നു. കീമോ ചെയ്തതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ വളരെ ചൂടാണ്, ശരീരത്തിനുള്ളിൽ നിന്ന് ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത്ര ചൂടിൽ കിടക്കുമ്പോഴാണ് ഇവർ വരുന്നത്. ഈ ചൂടല്ലേ, വേഗം പോയൊരു AC മേടിക്കുക. എന്ത് AC മേടിക്കാനോ? AC മേടിക്കുക ചേച്ചി, എന്നാ പൈസ ഒരു നല്ലൊരു എമൗണ്ട്. ഞാൻ എമൗണ്ട് പറയുന്നില്ല, ഞാനത് പറഞ്ഞാൽ അത് വേണ്ട, ശരിയാകത്തില്ല. സായി അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ രേണുസുതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച് രോഗാവസ്ഥയിലാണ്. അതുപോലെ തന്നെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കീമോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജൻറ്റ്, അവരെ പോയി സന്ദർശിക്കുകയും ഇതുവരെ അവർ ചെയ്ത കോണ്ടന്റ് എന്ന് പറയുന്നത് ഏകദേശം 50ഓളം വീഡിയോകളാണ്. ആ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 1% ഞാൻ രേണുസുതിക്ക് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കൊടുക്കുകയും അത് പബ്ലിക്കായിട്ട് എല്ലാ ഓൺലൈൻ മീഡിയക്കാരോട് സംസാരിക്കുകയും അതിനുശേഷം സായി കൃഷ്ണ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര. ലക്ഷ്മി നക്ഷത്രയുടെ ഇതിന് മുന്നേ ഒരു പെർഫ്യൂമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിന് മുന്നേ എയറിലായതാണ് ലക്ഷ്മി നക്ഷത്ര. അതുമായി ബന്ധപ്പെട്ട് സീക്രട്ട് ഏജൻറ്റ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ലക്ഷ്മി നക്ഷത്രക്കെതിരെ അന്ന് അവരുടെ റിയാക്ടിങ് ചാനലായ യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര അതിനുള്ള പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എല്ലാവരും, നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് രേണുസുതിയുമായിട്ടുണ്ട്. അവർ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളും അവരെ വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഏതായാലും ഇപ്പോൾ ഒരു രോഗം വന്ന് തളർന്നു കിടക്കുന്ന അവസ്ഥയാണ്. ആരും അവരെ മോശമായിട്ടൊന്നും കമൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ശരിയല്ല. തീർച്ചയായിട്ടും രേണുസുതിക്ക് പണ്ടത്തേക്കാൾ പെട്ടെന്ന് അതിലും നന്നായിട്ട് ഉയർന്നു വരാനും അതുപോലെ തന്നെ ഫിനിക്സ് പക്ഷിയെ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ലക്ഷ്മി നക്ഷത്ര പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അതിന് മറുപടിയായിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് കൊടുക്കുന്ന മറുപടിയും നമുക്ക് തീർച്ചയായിട്ടും കാണാം. ആദ്യമായിട്ട് ലക്ഷ്മി നക്ഷത്ര എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കോസ്പ്ലേസ് അടക്കമായി ഇത്രയും വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പം ലക്ഷ്മി ലക്ഷ്മി വിളിച്ചിരുന്നോ പോയിരുന്നോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കാക്കനാട് ഒരു ഇനോഗ്രേഷനിൽ വെച്ചിട്ട് തന്നെയാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചത്. അന്ന് ഈ രോഗവിവരം എന്താണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കോള് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. രേണുവിനെ വിളിച്ചിരുന്നു. രേണു അപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രേണുവിന്റെ സിസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം രേണു പിന്നെ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ചെക്കപ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. രോഗം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സ്ഥിരീകരിച്ചു. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒന്നും ക്യാൻസർ വരാതിരിക്കട്ടെ. പിന്നെ രേണുവിന്റെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് തീർച്ചയായിട്ടും രേണു തന്നെ എപ്പോഴും പറയാറുണ്ട്, രേണു ഒരു ഫയർ ആണെന്ന് രേണു ഭയങ്കര അഭിമാനത്തിൽ പറയാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും രേണുവിന് അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അത് രേണുവിന്റെ കോൺഫിഡൻസ് ആണ്. എന്ത് വന്നാലും എനിക്ക് കല്ലി വെളി എന്നുള്ള ഒരു കോൺഫിഡൻസ് രേണുവിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും രേണു പുലിക്കുട്ടിയായിട്ട് തിരിച്ചു വരും തന്നെ പറയാനുള്ളൂ. ഇൻ ടച്ചിലാണ്, കൂടെ ഉണ്ടായിരിക്കുന്ന എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം പിന്നെ ഷീ ഈസ് വെരി വീക്ക്. എല്ലാം പെട്ടെന്ന് മാറട്ടെ, ഉഷാറാവട്ടെ. ഈ രേണുസുതിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുതിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെ പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം രേണുവിനെ ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്. രേണുവിന് ഒരു പക്ഷേ നമ്മുടെ പ്രസൻസ് സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം. പക്ഷെ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂ, രേണുവിനെ കാണൂ, സംസാരിക്കൂ. ആ രോഗത്തിന്റെ സീരിയസ്നെസ് എന്ന് പറയണേ നമ്മുടെ കൂടെ ആ വീട്ടിൽ നിൽക്കുന്നവർ ത്രൂ വരെ ഇൻഫെക്ഷൻ വന്നേക്കാം. അപ്പം വീട്ടിലുള്ളവർ അത്രയും ഹൈജീനിക് ആയിട്ട് അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കും രേണുവിനെ ഹോൾഡ് ചെയ്യണം. നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, മൃതപ്പൻ വരുമ്പോ വരെ മാസ്ക് ഇട്ടിട്ടാണ്. സോ കഴിയുന്നതും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്, രേണുവിനോട് ഇഷ്ടമുള്ളവർ കൂടുതൽ പേരും നിങ്ങൾ ഫോണിലൂടെ എന്നും വിളിച്ച് രേണുവിനെ ആശ്വസിപ്പിക്കും. കാരണം ചെല്ലുമ്പോൾ അത് എത്രത്തോളം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ വളരെയധികം ഹൈജീനിക് ആയിരിക്കും, പക്ഷെ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് റെസിസ്റ്റൻസ് പവർ ഭയങ്കര കുറവായിരിക്കും. എനിക്ക് അത് മാത്രമേ റിക്വസ്റ്റ് പറയാനുള്ളൂ നിങ്ങളുടെ. ഈ ഒരു കാര്യത്തോട് നമുക്കും യോജിപ്പുണ്ട്. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കാരണം
ഇപ്പോഴൊക്കെ രോഗാവസ്ഥയിൽ കിടക്കുന്ന രേണുസുതിയെ കാണാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് മാക്സിമം ആര് പോയാലും ശരി അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോഴൊക്കെയാണ് നിങ്ങൾക്കറിയാം ഈ രോഗം മൂർച്ഛിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സ്വന്തം മകൻ പോലും അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് മാസ്കൊക്കെ ധരിച്ചിട്ടാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് മാക്സിമം ആൾക്കാർ പോകുന്നത് ഒഴിവാക്കിയിട്ട് അത് ഫോണിലൂടെയോ അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോ കോളിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് അവരോട് സംസാരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നേരിട്ടുള്ള സന്ദർശനങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് രേണുസുതിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ടും മെച്ചവും നല്ലതും. അത് ആ വീട്ടുകാർക്ക് തീർച്ചയായിട്ടും അത്രയും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് സ്വന്തം കുട്ടിയെപ്പോലും അമ്മയുടെ അടുത്തേക്ക് വിടാത്തത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് രേണുസുതിക്ക് ഇതൊന്നുമല്ല, ഇത് രേണുസുതി ഒരു ഫയറാണ് എന്ന് രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും രേണുസുതി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ലക്ഷ്മി പറയുകയാണ്. അതിനോട് നമ്മൾ യോജിക്കുകയാണ്. ഇനി ഈ ലക്ഷ്മി പറയുന്ന കാര്യങ്ങളോടാണ് നമുക്ക് വിമർശനമുള്ളത്. നമുക്ക് അത് കേൾക്കാം. ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. That's it. Okay. അപ്പോൾ ഈ AC കൊടുത്ത കാര്യങ്ങളെ പറ്റി ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച സമയത്ത് ലക്ഷ്മി നക്ഷത്രം പറയുകയാണ്, എനിക്ക് ചിരിയാണ് വന്നത് എന്ന് പറയുന്നു. കാരണം സായി കൃഷ്ണ പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് ചെയ്യണമെന്നുള്ള ഒരു പരാമർശം സായി കൃഷ്ണയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതിനെയാണ് ലക്ഷ്മി നക്ഷത്രം ചോദ്യം ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെയാണ് 2 വർഷം മുന്നേ ഞാനും ചെയ്തത്. ഞാനൊരു പെർഫ്യൂമായിട്ട് രേണുവിൻ്റെ അടുത്ത് പോയ സമയത്ത് ഞാൻ ആ ഒരു കാര്യം പബ്ലിസിറ്റിക്ക് വേണ്ടി വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏറിൽ പോയ ഒരാളാണ്. അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നക്ഷത്രം പറയുകയാണ്, അതുപോലെ തന്നെയുള്ള കാര്യമാണ് ഞാനും വന്ന് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇത് രണ്ടും 2 കോലത്തിലാണ്, 2 കാര്യമാണ്. ഇതിനെ രണ്ടും ഒന്നിച്ച് കൂട്ടിക്കെട്ടാൻ വേണ്ടി സാധിക്കുന്നതേ അല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സായി കൃഷ്ണ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ രേണുസുതിയെ സഹായിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല ഒരു കൊണ്ടനാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ രേണുസുതിയെ കുറിച്ചിട്ട് ഏകദേശം 40ൻ്റെ മുകളിൽ 50ൻ്റെ അടുത്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി ഞാൻ രേണുസുതിക്ക് തന്നെ കൊടുക്കുകയാണ് എന്ന് പറയുന്നു. രേണുസുതി ആ ഒരു സഹായം ധിക്കരിക്കുകയാണ് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്കതിൽ എന്തെങ്കിലും വിഷമമുണ്ട് എന്ന്. അവരെക്കുറിച്ച് വിമർശിക്കേണ്ട സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് സായി കൃഷ്ണ വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഈ പെർഫ്യൂമിൻ്റെ കാര്യത്തിലും. ഈ പെർഫ്യൂമിൻ്റെ വീഡിയോ ചെയ്ത BGM എല്ലാം കുത്തിക്കയറ്റി അന്ന് നമ്മുടെ ലക്ഷ്മി നക്ഷത്രം വേണ്ടത്ര അങ്ങനെയൊക്കെ അതിനെ ബിസിനസ് വൽക്കരിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതിനെ രൂക്ഷമായി അദ്ദേഹം വിമർശിച്ചിരുന്നു. അത് വിമർശനാത്മകമാണ്, ചെയ്തത് തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് വിമർശിച്ചത് എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഏതായാലും ഇത് രണ്ടിനെയും കൂട്ടിക്കെട്ടാൻ വേണ്ടി പറ്റുകയില്ല. സായി കൃഷ്ണ ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും മനുഷ്യൻ ഇത് കണ്ടിട്ട് ആ സഹോദരിക്ക് ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ കൊടുത്ത് സഹായിക്കട്ടെ എന്നുള്ള ഒരു നല്ല മനസ്സുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ലക്ഷ്മി നക്ഷത്രക്ക് ചിരിയാണ് വരുന്നുണ്ട് എങ്കിലും നമ്മൾക്ക് അത് കണ്ടിട്ട് നല്ലൊരു കാര്യമാണ്, കൈയടിക്കാനാണ് തോന്നുന്നത്. ആ സഹോദരിക്ക് കീമോ കഴിഞ്ഞ വരത്ത് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, വളരെയധികം ചൂട് ശരീരത്തിലേക്ക് പുറത്തേക്ക് വരുന്നൊരവസ്ഥയാണ്. ആ സമയത്ത് അവിടെ ഒരു AC വാങ്ങി വെച്ചിട്ട് ആ അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കാൻ സായി കൃഷ്ണക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൈയടി അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് മറുപടി കൂടി കാണും. ചില പർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു, അങ്ങനെയൊക്കെ. അത് ഈ ചേച്ചി പോണ ഇനാഗുറേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം തേച്ച് വരുന്നത് എന്താ കാര്യം? അതിന് ഉത്തരം എന്ന് പറഞ്ഞുതരൂ. ചേച്ചി പോകുന്ന ഉദ്ഘാടനത്തിനും ചേച്ചി അറ്റൻഡ് ചെയ്യുന്ന പരിപാടികൾക്കും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം വരുന്നു. അവർ കുറച്ച് പെർട്ടിക്കുലർ ടാർഗറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്നു. എന്താ നക്ഷത്ര ചേച്ചി അങ്ങനെ ആയിപ്പോയത്? അതിന് ഉത്തരണ്ടോ? അതൊന്ന്. 2, ഒരു പെർട്ടിക്കുലർ ചാനലിലേക്ക് പോകുന്നു എന്ന് ചേച്ചി പറഞ്ഞു. ഈ ചാനലാണ് രേണുസുതിയുടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് എടുത്തിട്ടുള്ളതും ക്ലോസ് ആയി നിൽക്കുന്നതും ആ ചാനലാണ്. ആ ചാനൽ എന്ന് പറഞ്ഞ ആളുകൾ വളരെ വ്യക്തമായിട്ട് രേണുസുതിയുടെ ലൈഫിൽ എന്ത് നടക്കുന്നു നടക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റ് വെക്കുന്നുണ്ട്. രേണുസുതി അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. ഫൈൻ. അപ്പം ആ ചാനലും രേണുസുതിയും തമ്മിൽ സംതിങ് ദേർ എന്തെങ്കിലും കാണുമായിരിക്കും. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ് ചേച്ചി എടുത്ത് പറഞ്ഞെങ്കിൽ ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂസ് വാരി വെതറി കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. അതെല്ലാവർക്കും അറിയാം. പിന്നെ കൊടുക്കുന്ന ഇൻ്റർവ്യൂസ് ഒന്നും കാശ് മേടിച്ച് കൊടുക്കുന്ന ഇൻ്റർവ്യൂ അല്ല. നോട്ട് ദ പോയിന്റ്. ഞാൻ എവിടെയും ഒരു ഇൻ്റർവ്യൂവിനും ഇങ്ങോട്ട് കാശ് മേടിച്ചിട്ടില്ല.
ഫ്രീ ആയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ പോയിരിക്കാറ്. ബിക്കോസ് ഞാനിവിടെ ബാക്കി ഇൻ്റർവ്യൂ ചാനൽസിൻ്റെ ഒക്കെ കോണ്ടന്റ് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു ചാനലിൽ പോയിരിക്കുമ്പോൾ ഞാൻ എന്തിനും കാശ് മേടിക്കേണ്ട ആവശ്യം, ബിക്കോസ് ഞാൻ നാളെ അവരുടെ ഏതെങ്കിലും ഒരു കോണ്ടന്റ് എടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിനാണ് പോക്കുക. അതും കൊല്ലത്തിൽ 2-3 ഇൻ്റർവ്യൂ നിങ്ങൾ എൻ്റെ കണ്ടാലായി, അത്രേ ഉള്ളൂ. എനിക്ക് ഇൻ്റർവ്യൂസ് വരായിട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ വരാറുണ്ട്. ഓരോ കോൺട്രവേഴ്സി ഉണ്ടാവുമ്പോൾ ചാനലിൽ നിന്നൊക്കെ വിടുകയില്ല. അതുപോലെ എന്നെ വിളിച്ചൊരു ചാനലാണ് വരും. ഓക്കെ, ഞാൻ ഈ ദിവസം അവിടെ എത്തി എന്നുള്ളത് അവരറിഞ്ഞ്, അത് അവരറിഞ്ഞ രീതി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായപ്പോഴേ ഞാൻ വിചാരിച്ചത് ഓക്കെ, സോ ദേ നീഡ് ദിസ്, എന്നാൽ അത് അവിടെ പോകും. ഞാൻ അവരോട് വളരെ കൃത്യമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, എന്നോട് വെറും രേണുസുതി റിലേറ്റഡ് ടോപ്പിക്ക് ചോദിച്ചാൽ ഞാൻ വരില്ല. ഫൈൻ, അത് നിങ്ങൾക്ക് ഒരു ഇത്തിരി എന്താണെന്ന് അത് ഞാൻ ഫുള്ള് വിട്ട് പറഞ്ഞിട്ടില്ല ഒന്നും, ഞാനത് പറഞ്ഞു തീർന്നു, ഞാൻ പോന്നു, ദാറ്റ്സ് ഇറ്റ്. അത് ആ ഇൻ്റർവ്യൂവിൻ്റെ ആകെ ഇത്ര പോർഷനായിരിക്കും. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ പേഴ്സണലി അല്ലെങ്കിൽ എൻ്റെ ബാക്കി കണ്ടന്റ് എൻ്റെ. ഏതായാലും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സായി കൃഷ്ണ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. കാരണം അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു വർഷത്തിൽ 1-2 ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് സായി കൃഷ്ണയുടെ കാണാൻ വേണ്ടി സാധിക്കാറുള്ളൂ. അതും അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം. അതും അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇൻ്റർവ്യൂ അദ്ദേഹം ഇതുവരെ പണം വാങ്ങിയിട്ടല്ല കൊടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കോണ്ടന്റ് എടുത്തിട്ടാണ് അദ്ദേഹം റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് അതിന് പൈസ വാങ്ങുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ 1 രൂപ പോലും ഇതുവരെ വാങ്ങിയിട്ടില്ല, ഫ്രീ ആയിട്ടാണ് പോയി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രയെ പോലുള്ള ആൾക്കാരൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എത്ര ലക്ഷം കൊടുക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മി നക്ഷത്രത്തിലുള്ള മറുപടി ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇതുകൊണ്ടൊന്നും ലക്ഷ്മി നക്ഷത്രം അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മറുപടിയായിട്ട് ലക്ഷ്മി നക്ഷത്രം എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം. ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന അന്ന് മുതലേ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 2 വർഷത്തോളമാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാനത് വലിയ ഭീമമായെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സുധിച്ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 2 വർഷത്തോളം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2 വർഷവും അവരെ കുറ്റം പറഞ്ഞ്, അവരെ കല്ലെറിഞ്ഞ് ഒരു ക്യാൻസർ വരേണ്ടി വന്നു ഇത്തരത്തിലുള്ള മോശം പറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊന്ന് ചിന്തിക്കുക. ലക്ഷ്മി നക്ഷത്രം വീണ്ടും ന്യായീകരിക്കുകയാണ്. ഞാൻ ഇനിയും എൻ്റെ വീഡിയോയിൽ പരമാവധി BGM എല്ലാം കുത്തിക്കയറ്റി വേണമെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറെ വെച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ഇനിയും ചെയ്യുമെന്നൊക്കെ വെല്ലുവിളി നടത്തുകയാണ്. അത് ലക്ഷ്മി നക്ഷത്രയുടെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സായി കൃഷ്ണ അതിന് വളരെ വ്യക്തമായ മറുപടി തന്നെയാണ് തന്നത്. താങ്കൾ പണ്ട് ചെയ്ത പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ താങ്കളെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ ആരും തന്നെ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നിങ്ങളൊരു 3 മാസത്തോളം നിങ്ങൾ എയറിൽ തന്നെയായിരുന്നു. പിന്നെയാണ് നിങ്ങൾ താഴോട്ട് ഇറങ്ങിയത്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിലായിരുന്നില്ല ലക്ഷ്മി നക്ഷത്രം ഇത്തരത്തിലുള്ള പ്രസ്താവനയും അതുപോലെ തന്നെ പണ്ടത്തെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് അതിന് പ്രതികരണം കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലക്ഷ്മി നക്ഷത്ര ഈ സായി കൃഷ്ണയെ വിമർശിക്കുന്നത് ഒരു കാറിൻ്റെ അകത്ത് ഡോർ മടിച്ചിരുന്ന് എന്തെങ്കിലും തൊള്ളേ തോന്നിയത് വിളിച്ചു പറയുന്നതല്ല എൻ്റെ പ്രക്രിയ എന്ന് പറയുന്നുണ്ട്. ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, എൻ്റെ സ്വന്തമായ കണ്ടൻറ്റാണ്, മറ്റുള്ളവരെ കണ്ടൻറ് എടുത്തിട്ടാണ് സായി കൃഷ്ണ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നു. സായി കൃഷ്ണയുടേത് റിയാക്ടിങ് വീഡിയോസാണ്. റിയാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുജന മധ്യത്തിൽ നിങ്ങൾ വന്ന് പറയുന്ന നിങ്ങളുടെ അഭിപ്രായത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുന്നു, അതിനെയാണ് റിയാക്ടിങ് വീഡിയോ എന്ന് പറയുന്നത്. അതും അവരുടെ കണ്ടൻറ്റ് തന്നെയാണ്, അവരുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് അതിലൂടെ പുറത്തേക്ക് വരുന്നത് എന്ന് ഞാൻ ലക്ഷ്മി നക്ഷത്രയെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ എന്ത് തോന്നിവാസം എന്ന് പറഞ്ഞാലും അതെല്ലാം ഞങ്ങൾ കേട്ടുകൊള്ളണം, അതിനെതിരെ ആരും ഒന്നും പറയാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പൊതുജനങ്ങൾ അതിന് കൈതയായിരിക്കണം. അല്ലാത്ത കാലത്തോളം തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇനി അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി ലക്ഷ്മി നക്ഷത്രം പറയുന്നു, നമുക്കത് കേൾക്കാം. സുധിച്ചേട്ടനെ കല്ലറയിലേക്ക് എടുക്കുന്ന സമയത്ത്, നമ്മൾ കാറിൽ കയറിയ സമയത്ത് ഞാൻ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര നാളും ഇതേ വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇനോഗ്രേഷൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിപാടിക്ക്, അതായത് സ്റ്റേജ് ഷോസ് അല്ലാട്ടോ ഞാൻ പറയണേ. കാരണം അന്നത്തെ ഒരു ദിവസം മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ നുള്ള എല്ലാ ആക്സെപ്റ്റൻസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്രയധികം ജനക്കൂട്ടമായിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിന് അദ്ദേഹം മരിക്കേണ്ടി വന്നു. നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന്റെ ടാലന്റിനകത്ത് അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെയാ പറയാനുള്ളത്. ഇപ്പം ഇതിനു മുമ്പ് രേണുവിനെ നെഗറ്റീവ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതെല്ലാം നേരെ മാറി. പക്ഷെ ഈ കമന്റ് ഇടുന്നവരും നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവരും ചിന്തിക്കണേ. അതിപ്പം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ഏറെ പോകേണ്ടി വരും, ഇടയ്ക്ക് താഴെ പോകേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മോശം വീഡിയോ ചെയ്യോ? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ മാക്സിമം എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നേ നമ്മൾ നോക്കുകയുള്ളൂ. കാര്യത്തോട് നമുക്ക് ലക്ഷ്മിയോട് പറയാനുള്ളത്, ഇതും ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. ഈ രേണുസുതിയെ ക്യാൻസർ ബാധിതയായി കാണേണ്ടി വന്നു.
അവരെ പൊതുജനത്തിന് അംഗീകരിക്കാൻ എന്ന് പറയുന്നു. അതുവരെ പൊതുജനം എല്ലാവരും കല്ലെറിഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത്. എനിക്ക് ലക്ഷ്മിയോട് പറയാനുള്ളത്, ലക്ഷ്മി ഈ രേണുസുധിയെ വിമർശിച്ച ആൾക്കാരെല്ലാം വെറുതെ വിമർശിച്ചതല്ല. ഒന്നാമത്തെ കാര്യം ആ വീടുമായി ബന്ധപ്പെട്ട സഹോദരിയുടെ പ്രസ്താവന, രണ്ടാമത്തേത് കിച്ചുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്ന് പറഞ്ഞ സമയത്ത് ന്യായം അവരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. അതിൽ യാതൊരു തർക്കവുമില്ല. അത് അവർ തീർച്ചയായിട്ടും വിമർശനം അർഹിച്ചിരുന്നു. ആ വിമർശനങ്ങൾ അന്നും ഇന്നും എന്നും അത് നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അവർ രോഗബാധിതയായി കിടക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ അവരെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളെല്ലാവരും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തീർച്ചയായിട്ടും സ്നേഹം പങ്കിടുകയും ചെയ്യുന്നത്. അതിനർത്ഥം അതിനു മുന്നേ അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ലതാണ്, നമ്മൾ പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് എവിടെയും ആരും പറയുന്നില്ല. ഈ ഒരു അവസ്ഥയിലല്ല നമ്മൾ അവരോട് അതിന് മറുപടി പറയേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ലക്ഷ്മി നക്ഷത്ര മാന്യമായിട്ടൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. അല്ലാതെ സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ അംഗീകരിച്ചത്. അതുവരെ അദ്ദേഹത്തിന് ഒരു അവാർഡ് പോലും അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം പോലും കിട്ടിയില്ല. അതും ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ലക്ഷ്മി നക്ഷത്രം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് ലക്ഷ്മിയോട് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു വീഡിയോയിൽ 100% ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാഗത്ത് 100% ന്യായമുണ്ട്. അദ്ദേഹം ചെയ്ത് തന്നെയാണ് സത്യം. അദ്ദേഹം ചെയ്ത വീഡിയോൻ്റെ ഒരു ഭാഗം അദ്ദേഹം രേണുസുധിക്ക് പോയി കൊടുത്തു. രേണുസുധി അതിൽ സന്തോഷവതിയാണ്. ആ ഒരു കാര്യം അവരുടെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നതും നമ്മൾ കേട്ടതാണ്. ഏതായാലും ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഇനി ലക്ഷ്മി നക്ഷത്രയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നല്ലാതെ കൊടുക്കുന്നവരെ കൂടി ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നിങ്ങളും ഒരു സെലിബ്രിറ്റിയാണ്, അത് നിങ്ങൾ ചിന്തിക്കുക. ഏതായാലും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.